അള്ള ഉണ്ടാക്കിയ പ്രപഞ്ചവും നരകത്തിന്റെ വലിപ്പവും 70,000 കൊല്ലവും അതൊക്കെ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ബുദ്ധി വെച്ചിട്ടാണ് ഞാൻ എന്ത് പറയുന്നത് പടച്ചൊന്നുമില്ല എന്നുള്ളത്. ആയത്തിൽ കുറിച്ച് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു കാര്യമുണ്ട്, അവൻ ഉദ്ദേശിക്കുന്നതേ തന്നിട്ടുള്ളൂ, അതേ തരുള്ളൂ, അത് മാത്രമേ നിങ്ങൾ അറിയുള്ളൂ. ഞാനിങ്ങനെ കോഴിക്കോട് ബീച്ചിൽ പോയിട്ടേ ഉറക്ക വിളിക്കാണ്, കാക്കാ കാക്കാ അസ്സലാമു അലൈക്കും, സുഖല്ലേ, ജോലി കഴിവുള്ളല്ലേ? ഓ ആൾക്കാർ ആരോടാ പറയണേ, അവിടെ മോട്ടൊന്നും കാക്ക സൗദിയിലാ. അപ്പൊ ഞാൻ കാക്കൻ്റെ അടുത്ത് വിടുന്നു, എടാ എന്റെ കാക്ക സൗദിയിലല്ല, ഈ അവിടെ എത്തൂലല്ലോ, എന്റെ സൗണ്ട് എങ്ങനെ അവിടെ എത്താനാ, കഥ വട്ടുണ്ടോ? എടാ ഈ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് സൗദി ആണല്ലോ, കടൽ അപ്പുറം സൗദി ഉണ്ടല്ലോ, കടൽ കഴിഞ്ഞാൽ സൗദിയിലെത്തൂല്ലേ? അപ്പൊ നമ്മൾ എന്ത് വിളിക്കും? ആൾക്കാര് പൊട്ടനാണെന്ന് പറയും അല്ലേ? ഉറപ്പല്ലേ? ഈ ബിൽഡിങ് ഇതിന്റെ ഒരു സ്പേസ് കുറച്ച് മാറ്റി കഴിഞ്ഞാൽ ഒരു കാറും കൂടി കയറിയനടാ ആണല്ലേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊക്കിയൊരു എന്താ കളിക്കണേ, അല്ല ഈ പറഞ്ഞില്ല സ്പേസ് നമുക്ക് ശരിക്കും പ്രാന്താണോ നോക്കോ. എന്താ എനിക്ക് പരിധിയുണ്ട്, എന്താ പരിധി? എനിക്ക് എത്ര ശക്തിയുള്ളത് പൊക്കിയൊക്കെയുള്ള ശക്തി എനിക്കില്ല. ഒന്നിന് മാത്രം പരിധിയില്ല, അമ്മാതിരി പൊട്ടത്തരത്തിന് യാതൊരു പരിധിയില്ല. അള്ളാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. അള്ള ഉണ്ട് എന്ന് എങ്ങനെയെങ്കിലും തെളിയിക്കണം. അതായത് ഈ ദൈവം അല്ലെങ്കിൽ ദൈവാസ്തിത്വത്തെ തെളിയിക്കാൻ യാതൊരുവിധ എംപിരിക്കലായ എവിഡൻസും ഇല്ല എന്ന് നമുക്കറിയാം. പിന്നെ അതിന് ലോജിക്കലായിട്ടുള്ള കുറേ എവിഡൻസ്, ലോജിക്കലായിട്ടുള്ള കുറേ വാദങ്ങളൊക്കെ ആയിട്ടാണ് വിശ്വാസികൾ എപ്പോഴും ദൈവം ഉണ്ട് ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. എന്നിട്ട് അതേ വിശ്വാസികൾ തന്നെയാണ് പറയുന്നത് ഈ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളെ ബുദ്ധിൻ്റെ പരിധിയിൽ നിൽക്കുന്ന സാധനമല്ല, നമ്മളെ ബുദ്ധി കൊണ്ട് അത് ആ ബുദ്ധിൻ്റെ പരിധിക്ക് അത് തെളിയിക്കാൻ കഴിയില്ല. അതായത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് പരിധിക്ക് അപ്പുറത്തുള്ള ഒരു സാധനമാണ് ദൈവം എന്ന് തന്നെ ഈ വിശ്വാസികൾ പറയുന്നു. എന്നിട്ട് അതേ വിശ്വാസികൾ ആ ദൈവം ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കഥകളും ഓരോ ലോജിക്കലും ഓരോ ലോജിക്കും ഒക്കെ കൊണ്ടുവരണേ, അങ്ങനത്തെ ഓരോ ഫാലസികളായിട്ട് വരികയാണ്. ഒരു കാര്യം ഈ വിശ്വാസികൾ മനസ്സിലാക്കണ്ടേ, ദൈവം മനുഷ്യൻ്റെ ബുദ്ധിക്ക് പരിധിക്ക് പുറത്താണെന്ന് വെച്ചാൽ ഒരാൾക്കും ആ ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ പിന്നെ ആ ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തിനു ശ്രമിക്കണേ? എന്തിനാണ് പിന്നെ ഇത്ര ഇറങ്ങിയിറങ്ങണേ? ഒരാൾക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അയാളെ പരിധിയുടെ പ്രശ്നമാണെങ്കിൽ അതിന് നിൽക്കാതിരിക്കുക, ഉണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവർ ചെയ്യേണ്ടത്. അല്ലാതെ ആ ദൈവത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ കഥകളായിട്ട് വരികയല്ല ചെയ്യേണ്ടത്. ഇനി ഈ വാദത്തിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ദൈവം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന് നമ്മളെ അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദൈവം നമ്മളോട് അത് പറയാനുള്ള ഏതെങ്കിലും ഒരു വഴി നമ്മളെ തലച്ചോറിൻ്റെ അതിനുള്ളൊരു എന്താണ് പറയുക പിന്നെ സംവിധാനം ദൈവം സംവിധാനിക്കാമായിരുന്നു. അങ്ങനത്തെ സംവിധാനമില്ല. ദൈവം ഏതോ കാണാമറയെ തിന്നുകാണ്ട് കുറേ പ്രവാചകന്മാർക്ക് കുറേ വഹി കൊടുത്തിട്ട് ബാക്കിയുള്ളവരോടൊക്കെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയണം. എന്നിട്ട് അത് വിശ്വസിക്കാത്ത ആൾക്കാരെ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതേപോലുള്ള ആൾക്കാർ ഓരോ പൊട്ടത്തരങ്ങളായിട്ട് വരുന്നു. സത്യത്തിൽ ദൈവം എന്നുള്ള കൺസെപ്റ്റുകൾ നമുക്ക് ഇന്നറിയാവുന്ന ദൈവങ്ങളൊക്കെ ഏതെങ്കിലും ഒരു മതം പറയുന്ന ദൈവത്തെക്കുറിച്ച് മാത്രമേ നമുക്കറിയുള്ളൂ. അതാണ് നമ്മൾ ദൈവം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇസ്ലാം മതം പറയുന്ന അള്ളാഹു, ക്രിസ്ത്യാനിറ്റി പറയുന്ന യഹോവ, പിന്നെ ഹിന്ദു മതം പറയുന്ന വേറെ ടൈപ്പ് പല ദൈവങ്ങൾ, ഓരോ മതങ്ങൾക്കും അതേപോലെ നമ്മൾ കേൾക്കാത്ത നാടോടി മതങ്ങൾ പറയുന്ന കുറേ നാടോടി ദൈവങ്ങൾ, ഗോത്രകാലത്തിൻ്റെ ദൈവങ്ങൾ, ഇതൊക്കെയാണ് ദൈവം എന്നുള്ളതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ മതാതീതമായ ഒരു ദൈവത്തെക്കുറിച്ചോ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിനെ കുറിച്ചോ നമുക്ക് അറിയില്ല, നമ്മളോട് ആരും ഇത് പറഞ്ഞിട്ടില്ല. ഇവരിങ്ങനെ നമ്മളെ പരിധിക്കപ്പുറത്തുള്ള സാധനമാണ്, ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് വെളുപ്പിക്കാൻ നിൽക്കുന്നത് ആരെയാണ്? ഈ അള്ളാഹുവിനെയാണ്. ഈ അള്ളാഹുവിൻ്റെ പ്രത്യേകത എന്താ? മനുഷ്യൻ തിന്നണതും ബാത്റൂമിൽ പോകുന്നതും മനുഷ്യൻ്റെ മുടി പുറത്ത് കാണുന്നതും ഒക്കെ നോക്കിയിട്ട് മനുഷ്യനെ നരകത്തിയിലിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടും അവന് സ്വർഗത്തിൽ റിവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടും കാത്തു നിൽക്കുന്ന മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും ഉള്ള ഒരു ദൈവമാണ് ഈ അള്ളാഹു എന്ന് പറഞ്ഞാൽ. ആ ദൈവത്തിന് നമ്മുടെ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഒരു സംഭവമാക്കി പറയുന്ന കഥ. അപ്പം അത് യാതൊരു ലോജിക്കും ഇല്ല. അതായത് ഈ പ്രപഞ്ചത്തെക്കുറിച്ചൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയും വലിയ വാസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയും വാസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രപഞ്ചത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ വലിപ്പവും പ്രപഞ്ചത്തിൻ്റെ പിന്നെ വിസ്താരവും ഒക്കെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര പ്രയാസമുള്ള കാര്യം. പക്ഷെ ഇവർ പറഞ്ഞ ദൈവം എന്ന് പറഞ്ഞാൽ ദേഷ്യം വരുന്ന ദൈവം, ആൾക്കാരെ ശപിക്കുന്ന ദൈവം, തന്നെ സ്തുതിച്ചിട്ടില്ലെങ്കിൽ നരകത്തിലിട്ട് പൊരിക്കാൻ വേണ്ടി കാത്തിക്കുന്ന ദൈവം, ഏതെങ്കിലും ഒരു പെണ്ണ് മുടി പുറത്ത് കാണിച്ചാൽ ആ പെണ്ണിനെ നരകത്തിലിട്ട് വേവിക്കാൻ നിൽക്കുന്ന ദൈവം, പിന്നെ പ്രവാചകന് പെണ്ണ് കിട്ടാൻ അനുവാദം കൊടുക്കുന്ന ദൈവം, ഈ ദൈവമാണ് ഈ അനന്തമായ പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഇല്ലോജിക്ക്. ആ ഒരു പിന്നെ ലോജിക്കൽ പ്രശ്നം മാത്രം മതി ദൈവം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ.
അപ്പോൾ നമ്മൾ ദൈവം ഇല്ല എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇന്ന് മതങ്ങൾ അവതരിപ്പിക്കുന്ന യാതൊരു ദൈവങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ അവയ്ക്കൊന്നും ഈ പറയുന്ന പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ല. അപ്പോൾ ഈ മതങ്ങൾ പറയുന്നത് അപ്പുറത്തുള്ളൊരു ദൈവത്തെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു ദൈവത്തെ ആരും ഇവിടെ പ്രൊപ്പോസ് ചെയ്തിട്ടില്ല. ചില ആളുകളൊക്കെ അവർക്ക് തോന്നിയ പോലെ ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് ദൈവമാണെന്ന് തെളിയിക്കാൻ ഇതുവരെയായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ നിഷേധിക്കുന്നത്. ഓക്കെ.